മലപ്പുറം പെരിന്തൽമണ്ണയിൽ മ്യൂസിക് ഫെസ്റ്റിനിടെ സംഘർഷം. തിരക്ക് നിയന്ത്രണാതീതമായതുമൂലം പരിപാടി നിർത്തിവെച്ചതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. സംഘർഷത്തിൽ ടിക്കറ്റ് കൗണ്ടറും സ്റ്റേജ് ഉപകരണങ്ങളും തകർത്തു. കണ്ടാലറിയാവുന്ന 20 പേർക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തു. അനുമതിയില്ലാതെയാണ് പരിപാടി നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു. മുബഷീർ പി അക്ബർ മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി. മുബഷീർ, പാട്ട് കേൾക്കാൻ എത്തിയവരാണ്. തിരക്ക് നിയന്ത്രണാതീതമാണ് എന്ന് മനസ്സിലാക്കിയത് മൂലം ഈ പരിപാടി നിർത്തിവെക്കുകയായിരുന്നു സംഘാടകർ. ഈ സ്റ്റേജിന്റെ മുകളിൽ കയറി, ഈ പന്തലിന്റെ മുകളിൽ കയറി ഈ മ്യൂസിക്, ഈ സൗണ്ട് ബോക്സ് ഉൾപ്പെടെ ചവിട്ടിപ്പൊളിക്കുന്നതിലേക്ക് വരുന്ന അത്രയും വലിയ പ്രകോപനം സൃഷ്ടിച്ചത് എന്താണ്? ബിനിൽ പോത്തൻ ബാബു, മലപ്പുറം ജില്ലയിൽ വിവിധയിടങ്ങളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിലുള്ള പരിപാടികൾ നടന്നു വരുന്നുണ്ട്. നേരത്തെ നിലമ്പൂർ പാട്ടുത്സവം സമാപിച്ചിരുന്നു. അങ്ങനെ വിവിധ മേഖലകളിൽ വ്യാപാരി വ്യവസായ സമിതിയുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള മ്യൂസിക് ഫെസ്റ്റുകളും കലാപരിപാടികളൊക്കെ തന്നെ നടന്നു വരുന്നുണ്ട്. അത്തരമൊരു പരിപാടി ഇന്നലെ പെരിന്തൽമണ്ണ പാലസ് ഗ്രൗണ്ടിൽ നടന്ന സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ രാത്രിയായിരുന്നു ഈ ഒരു മ്യൂസിക് ഫെസ്റ്റ് നടന്നത്. ഈ ഒരു മ്യൂസിക് ഫെസ്റ്റ് ആരംഭിച്ച് അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ അനിയന്ത്രിതമായ തിരക്ക് അനുഭവപ്പെടുന്നു. ഇതിനെ തുടർന്ന് സംഘാടകർ ഈ ഒരു പരിപാടി നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഗായകൻ ഡാപ്സി ഉൾപ്പെടെയുള്ള യുവാക്കൾക്കിടയിൽ വലിയ പിന്തുണയുള്ള ഡാപ്സി ഉൾപ്പെടെയുള്ള ഗായകരായിരുന്നു ഈ ഒരു പരിപാടിയിൽ സംഗീത നിശ അവതരിപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നത്. പരിപാടി തുടങ്ങി അല്പസമയത്തിനുള്ളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടതിനെ തുടർന്ന് സംഘാടകർ നിർത്തിവെക്കുന്നത്. ഇതിനെ തുടർന്ന് ആദ്യഘട്ടത്തിൽ സംഘാടകരുമായി വാക്കുതർക്കം ഉണ്ടാകുകയും പിന്നീട് അതൊരു സംഘർഷത്തിലേക്ക് നയിക്കുകയായിരുന്നു. എന്തായാലും ഈ ഒരു പരിപാടി കാണാനെത്തിയ ആളുകളാണ് ഇത്തരത്തിൽ സംഘർഷം നടത്തിയതെന്നാണ് സംഘാടകർ ആരോപിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ടാലറിയാവുന്ന 20ഓളം പേർക്കെതിരെയാണ് ഇപ്പോൾ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മാത്രമല്ല, പോലീസിന്റെ അനുമതി കൂടാതെയാണ് ഇത്തരമൊരു പരിപാടി ഇന്നലെ പെരിന്തൽമണ്ണ പാലസ് ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കപ്പെട്ടത് എന്നാണ് പോലീസ് ആരോപിക്കുന്നത്. അത്തരം സാഹചര്യത്തിൽ സംഘാടകർക്കെതിരെ ഉൾപ്പെടെ കേസ് നടപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ ഒരു ടിക്കറ്റിനായി നൽകിയിരുന്ന തുക പരിപാടി നിർത്തിവെച്ചതോടെ പരിപാടിയുടെ സംഘാടകർ തിരിച്ചു നൽകാതെ, റീഫണ്ട് നൽകാത്ത ഒരു സാഹചര്യത്തിലാണ് അത് വാക്കുതർക്കത്തിലേക്കും തുടർന്ന് സംഘർഷത്തിലേക്കും നയിച്ചത്. പരിപാടിക്കായി സജ്ജമാക്കിയിരുന്ന സ്റ്റേജ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ഇലക്ട്രിക് ഉപകരണങ്ങൾ, ആ ഒരു ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ ഒരു മേഖലയിൽ സജ്ജീകരിച്ചിരുന്ന സംവിധാനങ്ങളൊക്കെ തന്നെ ഈ ഒരു പരിപാടി നിർത്തിവെച്ച ആ ഒരു കാര്യത്തെ തുടർന്ന് ആളുകൾ തല്ലി തകർക്കുകയായിരുന്നു. എന്തായാലും ആ ഒരു സംവിധാനങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം തന്നെയാണ് കണക്കാക്കുന്നത്. സംഭവത്തിൽ പെരിന്തൽമണ്ണ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അനുമതിയില്ലാതെ നടത്തിയ ഒരു പരിപാടിയായിട്ട് കൂടിയാണ് പോലീസ് ഈ ഒരു സംഭവത്തെ വിലയിരുത്തുന്നത്. ബിനിൽ.